ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഞാൻ ചിക്കൻ ഒരു 200 ഗ്രാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും സോയാ സോസും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ചോറ് വേവിക്കാൻ എടുക്കാം. 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ്. അപ്പോൾ അത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് വറുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ചിക്കൻ അങ്ങനെ വറുത്ത് മാറ്റി വെച്ചു. ഇനി 2 മുട്ട എടുത്തിട്ട് നമ്മൾ ഓയിലും ഒഴിച്ച് ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഇതുപോലെ വറുത്ത് ചിക്കി എടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. അപ്പോൾ നമ്മുടെ അരി കുതിർത്തിട്ട് അരമണിക്കൂറായി. ഇപ്പോൾ നമുക്ക് വെള്ളം വെച്ച് അതിൽ ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴുകി കുതിർത്ത് വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിന് കണക്കില്ല, കാരണം ഇത് പകുതി വേവ് ആവുന്ന സമയത്ത് നമ്മളിത് കോരിയെടുക്കുന്നതാണ്. ഒരു 8 മിനിറ്റ് മാത്രമേ ഇത് വേവിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. കാരണം ഈ വെള്ളത്തിൽ തന്നെ നിന്നാൽ അധികം വെന്ത് പോകും. പിന്നീട് ഇത് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്കിതിൻ്റെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് വെക്കണം. ഒന്നുകിൽ ഫാനിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാം, ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നമ്മളിങ്ങനെ റൈസ് തയ്യാറാക്കി വെച്ചാൽ പിന്നെ സമയത്തിന് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഇതെല്ലാം 1/4 കപ്പ് വീതമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ പച്ചക്കറികൾ ഇട്ട് കൊടുത്തത്. പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കേബേജാണ് ചെറിയതായി മുറിച്ചത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു സവാളയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കൂടി, ഗ്രീൻ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. പിന്നെ ഇതിൽ സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർക്കേണ്ടതാണ്. അത് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായി ഇളക്കി എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മുട്ടയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇത് അരി പൊടിഞ്ഞു പോവുകയൊന്നും ഇല്ല, കാരണം നമ്മളിത് അധികം വേവ് ആവാതെ എടുത്തു വെച്ചതാണ്. എന്നാലും വെന്തിട്ടുണ്ടാവുകയും ചെയ്യും, കാരണം ഉടഞ്ഞു പോവില്ല. പിന്നെ ഇതിന് ലാസ്റ്റ് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ക്രഷ് ചെയ്ത കുരുമുളകാണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.